അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളൊരു വിശേഷം ഞാൻ ഇന്നലെ ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ ഓണായിട്ടുണ്ട് കേട്ടോ. ഇന്നെനിക്ക് ഭയങ്കര സന്തോഷം. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോണിൽ കാണുന്നായിരുന്നു. അപ്പം ഞങ്ങൾ വന്നിട്ട് അപ്പൂസാട്ടത് നോക്കി പല കാര്യങ്ങൾ നോക്കി അതൊക്കെ ഇങ്ങനെ ടേൺ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ നമ്മൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ നമ്മളതിൽ മോണിറ്റൈസേഷൻ ഓൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അച്ഛനെ. അപ്പോൾ രാജേൻ്റെ അപ്പയ്ക്ക് വന്നിട്ടാ ഞാൻ പാല് നാടൻ പാല് മേടിക്കുന്നുണ്ട്. നമ്മളവിടെ നമുക്ക് ഭയങ്കര ചൂടല്ലേ, അപ്പം അത് മക്കൾസ് കൊടുക്കാമല്ലോ വെച്ചിട്ട് രാജേട്ടനും കൊടുത്തു. പണിമാറ്റി വരുമ്പോൾ വെച്ചാൽ പൊരി വെയിലല്ലേ, വെയിലത്ത് പണിമാറ്റി വന്ന് കഴിഞ്ഞിട്ട് തണുപ്പിന് പാൽ നാടൻ പാല് തണുപ്പല്ലേ, അപ്പം അത് കൊടുക്കുക വെച്ചിട്ടേ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ വെച്ചിട്ടില്ല, അവിടെ കടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മുടെ ഒരുപാട് നാളത്തെ നമ്മുടെ ഒരു കാത്തിരിപ്പും ഒക്കെയാണ് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ഓണായി കിട്ടിയത് മോണിറ്റൈസേഷൻ്റെ ഇതിൽ. ഇനി പൈസ കിട്ടുമെന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ ആയിരുന്നപ്പോൾ എല്ലാവരും പറയും പൈസ കിട്ടുമെന്ന് കഴിക്കണ്ടായിരുന്നു കേട്ടോ. പൈസ ഇനി പതുക്കെ കണ്ട് നമുക്ക് കിട്ടും. ഇത്രയും നമുക്ക് കാത്തിരുന്നില്ലേ. അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ ആയില്ല ഇപ്പോൾ വെച്ചാൽ എല്ലാവരും കേട്ടോ. ആദ്യം മുതൽ ലാസ്റ്റ് വരെ ഒരുപാട് പേര് നമ്മുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. വിഷമിക്കുന്ന സമയത്തും വിഷമിക്കേണ്ട ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കേട്ടോ. അവരൊന്നും മറക്കാൻ പറ്റില്ല, അവരൊന്നും പേരെടുത്തെടുത്ത് പറയാനും പറ്റില്ല. എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും അതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മോണിറ്റൈസേഷനായി ഞാൻ രാജേനോട് പറഞ്ഞിരുന്നു നമ്മൾക്ക് കേക്ക് മുറിക്കണമെന്നൊക്കെ കേട്ടോ. അവർ രാജേൻ്റെ ചില പൈസ കിട്ടാം, അവർ പൈസ കിട്ടില്ല, അതിൻ്റെ സന്തോഷത്തിന് കേക്ക് മുറിയൊന്നുമില്ല കേട്ടോ. നല്ലൊരു സന്തോഷം. കേക്ക് മുറി നമുക്ക് പൈസ കിട്ടട്ടെ. പൈസ നമ്മളെ കൈ കിട്ടുമ്പോൾ അച്ഛനോട് മുട്ടായി എന്തെങ്കിലും മേടിക്കാൻ പറയാം. നമ്മളെ സന്തോഷത്തിന് നമ്മളൊക്കെ ഒതുങ്ങിയത് പറയില്ലേ, ഒക്കെ ഒതുങ്ങിയത് പറയില്ല, അതുപോലെ മുട്ടായി എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ ചെയ്യാൻ നമുക്ക് കേട്ടോ. എന്തായാലും എല്ലാ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ വീഡിയോസ് ഇടും. ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെയും വിടും. അങ്ങനെയൊക്കെയാണ് ഇതായിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈവ് ഇട്ടുണ്ടായിരുന്നു. ഈ ലൈവ് ഇട്ടതിന് ശേഷമാണ് നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം, എല്ലാവരോടും ഞാൻ പറയാം. പക്ഷേ പുതിയ ആൾക്കാർ നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാരോട് പറയാം ലൈവ് ഇടുക. കാരണം വേഗം വാച്ച് അവർ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെയൊക്കെ ദൈവത്തിൻ്റെ അടുത്താണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ തുടങ്ങുന്നത്. എനിക്ക് പറയാനിട്ടേ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടെ പറയാ. ഇന്നാണത് കൃത്യമായിട്ട് ഓണായി കിടക്കണ കണ്ടേട്ടാ. അത് പിന്നെ എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ രാജേട്ടൻ വന്നിട്ട് ചാടിക്കുന്നുണ്ട്. രണ്ടെണ്ണം പ്രശ്നം അച്ചാർ കേട്ടോ. മാങ്ങ ഉപ്പിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അച്ചാറിട്ട് വെച്ചിട്ടില്ല. മാങ്ങ മൂച്ചി സോറി അതറിയാണ്ട് പറഞ്ഞു കേട്ടാ. നമ്മുടെ മാങ്ങ അത് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഈ താഴെ ആകുമ്പോൾ രാജേട്ടന് വണ്ടി കൊണ്ടുപോകുമ്പോഴേ തലക്ക് നല്ല തട്ടുണ്ടല്ലേ ഇതൊക്കെ. പക്ഷെ എന്തൊരു സന്തോഷം, ഒരു സന്തോഷം. ഞാൻ എപ്പോഴും കേട്ടോ കഴിഞ്ഞ കൊല്ലമൊക്കെ അങ്ങനെയായിരുന്നു. മാങ്ങ കാണുമ്പോഴേ നമ്മളെ വീട്ടിലൊന്നും ഉണ്ടായെങ്കിന്ന്. പക്ഷെ ഇതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ താഴെ കൊമ്പിൻ്റെ കനം കൊണ്ടാണ് കേട്ടോ താഴത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. നല്ല വെള്ള മൂവാണ്ട് പഴുപ്പിക്കുക വെച്ചിട്ട് കേട്ടോ. പഴുപ്പിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോന്നോരോന്ന് കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് നാളെ കറിയൊക്കെ എടുത്തു. അച്ചാറിട്ട് എടുത്തിട്ടില്ല. അപ്പം ഞാൻ ചെറുതാക്കി 2 മതി, ചെറുതാക്കി എന്നിട്ട് അച്ചാറിട്ട് വെച്ചാൽ ഉപ്പിട്ട് വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ ഉപ്പിട്ടേക്കില്ല അതൊക്കെ ഇവിടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. താഴെയുള്ള വിവരം പറയാം. എന്നിട്ട് നമുക്ക് അച്ചാറിട്ടേക്കാം അല്ലേ. ഇത് മതിയില്ല കേട്ടാ, ഫ്രഷായിട്ട്. എന്താ നോക്ക് ഇതൊക്കെ എന്തോ ഒരു സന്തോഷം നമ്മളെ വീട്ടിലുണ്ടായി ഇങ്ങനെ പറിക്കുന്നു. ഇനി ആ പ്ലാമ ചക്ക കൂടെ ഉണ്ടായിരുന്നൊരു സമാധാനമായിരുന്നു. ഇത് മതി അച്ചാർ. കുറേ നിട്ടേക്കണില്ലേ, കുറച്ച് അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തെ വന്നൊന്ന് ചാടിയിട്ടുണ്ട്. അപ്പുറത്തെ മെഷീൻ അതെന്താ പറയാൻ പറ്റില്ല അല്ലേ. അത് പേരറിയണില്ല. എല്ലാവരും മക്കൾസ് കയറി നിൽക്കുന്നുണ്ട് കേട്ടോ.
എല്ലാവരും പഠിക്കുന്നു. ഞങ്ങൾ മുരിങ്ങക്കുമ്പോൾ ഒറ്റ വെട്ടിയായിരുന്നു കേട്ടോ, മൊത്തം വെട്ടിയിട്ട് ഇതെന്താ ഉണ്ടായി വരുന്നുണ്ട് അല്ലേ? ഷീറ്റിട്ട് കിടക്കുന്നുണ്ടോ ചേട്ടാ? അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അപ്പം ഇപ്പോൾ കുറേ ദിവസമായിട്ട് മുരിങ്ങ താളിപ്പം ഇല്ല, കാരണം ഇതാണ് സംഭവം. ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്ത് അതില്ലേ പ്രഷർ ചീരയുടെ ആ ഇല അരച്ചിട്ട് ഉപ്പേരിക്ക് അരിഞ്ഞു വെക്കണം. നാളെ ഉപ്പേരിക്കായിട്ട് ഫ്രിഡ്ജിലൊക്കെയാണോ അല്ലേ? എന്താ പേര് സംഭവം അറിയില്ല കേട്ടാ. അല്ല ഇതൊക്കെ എന്താ പേര് അറിയണില്ല അല്ലേ? നമ്മൾ ഈ കടയിൽ തൊലി കട്ടിയുള്ളതാ, പക്ഷെ എന്താ അറിയില്ല, പഴുത്തിട്ട് വരെ കിട്ടിയിട്ടില്ല. എന്താന്ന് അറിയണില്ല. അത് ഇതിപ്പോ ഒന്നൊന്നും വീണുണ്ടോ? ഒരെണ്ണം വീണു. അവരതാ കടന്നുറങ്ങണു. നിങ്ങള് റബ്ബറിനാ എവിടെയൊക്കെ വിറകുണ്ടോന്നു? അതുപോലെ നമ്മുടെ പ്ലാവുമ്പോ ചക്കപ്രാശ് ഉണ്ടായില്ല കേട്ടോ. ഉണ്ടായി പോയി. ഇനി ചിലപ്പോൾ അടുത്തൊന്നൊക്കെ ഉണ്ടാവില്ല ചേട്ടാ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് ഡ്യൂട്ടിയിലായിരുന്നു കേട്ടോ. പോയി ഉച്ചയ്ക്ക് വന്നു. ഇനിയിപ്പോൾ ആവശ്യമുള്ളതിന് മാത്രം ലീവ് എടുക്കാം കേട്ടോ. നമുക്ക് സൺഡേയിലും ഉണ്ട് വന്ന് തിരുമ്പലിപ്പോൾ കഴിഞ്ഞുള്ളൂ. മുറ്റടിക്കാണ്ട് അടിച്ചെടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ചോറൊക്കെ വയ്ക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മുറിച്ചിട്ട് അച്ചാറെടുക്കും. വേഗം നമ്മൾ മടിച്ച് നിന്നാൽ അതങ്ങനെ നിൽക്കും. കയ്യോടെ ഇടാം കേട്ടോ. ചീരടേ കണ്ട പ്രഷർ ചീര കുറച്ച് പറിച്ചിട്ടേ ഉപ്പേരിക്ക് കഴിഞ്ഞേക്കാം. രാവിലേക്ക് കേട്ടോ. ഇപ്പം എന്തെങ്കിലും വെക്കണ്ടോ ഏട്ടാ? മീൻ കൊണ്ടുണ്ടോ? മീനൊന്നുമില്ല. ഇന്ന് പട്ടാമ്പി നരച്ചിട്ട് ആരും വന്നില്ല. പട്ടാമ്പി നരച്ച ഇന്ന് വരില്ല. രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ പിടിച്ചില്ലല്ലോ. നല്ലോണം ഉണ്ടാവട്ടത്. വെട്ടി ഞാൻ നിർക്കണം. ഞാൻ വെച്ച് വന്നോളൂ. പിന്നെന്താ ഇത് കണ്ടോ? നമ്മുടെ കോഴിന്ന് കാട്ടിയ പരിപാടി ഉണ്ടോ? ഇത് നമ്മുടെ വാർപ്പിൻ്റെ മേലെ കയറപ്പോഴേ കുറച്ച് ചീര കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. അയ്യോ പയറിൻ്റെ പൂവിട്ടണം കേട്ടോ. അത് നോക്കും ഇതിനോട് വെച്ച് കെട്ടിയാൽ ശരിയാവോ? നെടി കൊടുക്കണം അല്ലേ? ഓ അല്ലെങ്കിൽ ഇപ്പം അത് ഇതാവും. എന്നിട്ടേ കോഴി ഇതുണ്ടാ മണ്ണാണ് കേട്ടോ. അതിനുള്ള മുട്ട കോഴിമുട്ട. ചീര കുറച്ച് പറിച്ച എവിടെ സ്ഥലമില്ലാഞ്ഞിട്ടേ നമ്മുടെ പച്ചക്കറീൻ്റെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തണുപ്പല്ലേ, ചൂടാണ്. ഇപ്പോൾ ഭയങ്കര ചൂടല്ല. അപ്പോൾ അതിനുള്ളിൽ തണുപ്പുണ്ട്. കുറച്ച് ചീര ഇങ്ങനെ പറിച്ച് പോന്ന അപ്പോൾ കൂടെ ഇട്ടിട്ടേ നാളെ ഒരു തോരൻ വെക്കാൻ വെച്ചിട്ട്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത്ര ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നനയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വെക്കണം. കറിയൊക്കെ വെക്കണം. കറി എന്തെങ്കിലും ഏട്ടാ കൊണ്ടുവരും നോക്കട്ടെ അല്ലേ? ഇത് ഒന്നുമില്ല. മുട്ടയോ? ഷോ ഇട്ടല്ലേ ഏട്ട കുടിക്കല്ലേ ചോറ്. അപ്പം നമ്മുടെ ചോറ് ഞാൻ ഗ്യാസമ്മ വെച്ചിട്ട് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വയ്ക്കുക. നല്ല വേവുള്ള അരി കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പ്രഷർ ചീരല്ലേ ഇങ്ങനെ ഊരി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നമ്മൾ അരിയുക. അപ്പം ഞാൻ തീരുമാനം മാറ്റി ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചു നാളെ. അപ്പോൾ നാളെ ഇതും പരിപ്പും കൂടെ തേങ്ങച്ച് കറി വയ്ക്കാൻ വെച്ചിട്ടോ. രാവിലേക്ക് അരിഞ്ഞു വയ്ക്കണം. പിന്നെ ഇതാ നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടോ. കണ്ട നമ്മുടെ മാങ്ങ അച്ചാറ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി എന്ന് വെച്ചാൽ മറ്റേ അച്ചാറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇതുവരെ ഇട്ടിച്ചിട്ടില്ല. ഇതൊക്കെ ഉപ്പിട്ടതൊക്കെ ഉണ്ട് കേട്ടോ. അവർ ചോറ ഇറക്കി വെച്ചിട്ടുണ്ട്. രാജേട്ടൻ മീൻ ഉണക്കൽ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. മീനില്ല പറഞ്ഞു. വട്ടാമ്പി നിറച്ചൊക്കെ ആയിട്ട് മീനില്ല പറഞ്ഞിരുന്നു. ഉണക്കലാവും കൊണ്ടുവരണ്ടാവുക. വന്നാൽ ഇത് കറി വയ്ക്കണം. അപ്പം ഇനി മേൽ കഴുകാനൊക്കെ ഉണ്ട് കേട്ടോ. മേൽ കഴുകട്ടെ. മേൽ ചിലപ്പോൾ ചോറിൻ്റെ കഴിഞ്ഞിട്ട് കഴുകുള്ളൂ. ചൂടല്ല, എന്നാൽ കിടക്കാൻ സുഖം ഉണ്ടാവും. അപ്പം ഇനി വേഗം ബാക്കിയുള്ള പണികളോട് തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ ആ ചോറും കറിയൊക്കെ ആയിട്ടോ. ചോറ് ഉണ്ണാൻ നിൽക്കുകയാണ്.
പാത്രങ്ങൾ കണ്ടോ പിന്നെ കുറേ ഉണ്ട് കഴുകാനും. ഇവിടെ കഴുകാനാണ്. ചോറിന് കഴിഞ്ഞിട്ട് മേലെ വീണുള്ളൂ. ചോറിന് സ്പെഷ്യലി രാവിലേക്ക് ഞാൻ എന്ത് ചെയ്തു പറയുമോ, പാത്തേക്ക് നമ്മളെ കടലല്ലേ, വെള്ളക്കടലുണ്ട്, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കഴിച്ചില്ലേ അമ്മൂട്ടി വാ, ഇത് കണ്ട ഉള്ളിയും കിഴങ്ങും വെറുതെ മുളകോശം വെച്ചിട്ട് മല്ലി ഇട്ടിരുന്നു. പിന്നെ ഇതാ മാന്തൾ വറുത്തത്, പിന്നെ നമ്മുടെ രാവിലത്തെ ഉപ്പേരി കേട്ടോ. അച്ചാർ എടുക്കണം കേട്ടോ, അച്ചാർ എടുക്കുകയാണെങ്കിൽ അച്ചാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം ഇട്ട മാങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഞാൻ ചോറിന് കേട്ടോ. അമ്മൂട്ടി വന്നാ അച്ചാറിൻ്റെ ഇട്ടതാണ്. എങ്ങനെയുണ്ട് കഴിഞ്ഞാൽ പൂസേ അച്ചാറിൻ്റെ ആളല്ലേ. അപ്പോൾ മീൻ വറുത്തതും നമ്മുടെ ഉള്ളി കിഴങ്ങും കറി രാത്രിയല്ലേ ചേട്ടേ, അരച്ചൊന്നുമില്ല, അത് മതിയിച്ചു. പിന്നെ കറി പരികിടങ്ങി നമുക്ക് ഇത് കണ്ട സ്പെഷ്യലായിട്ടതൊക്കെ ചോറിൻ്റെ പാത്രം സമയത്ത് 9:45. അപ്പോൾ ഇവിടെ ഇന്നത്തെ വിഷയം ഇത്രയുള്ളൂ കേട്ടോ. എല്ലാവർക്കും ബൈ.